പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളത്തോട്ടം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് അടുക്കളത്തോട്ടം. നമുക്ക് അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം പുറത്തു പോകാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെയും ദൈനംദിന കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ കാന്താരി മുളക്, ചീനിമുളക്, കാന്താരി മുളക് എന്നൊക്കെ പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത്. ഈ കാന്താരി എന്തായാലും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പഴയ കാലത്ത് കപ്പയും കാന്താരി ആയിരുന്നു മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. കാന്താരി എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒന്നാണ്. ഇതിന് ധാരാളം ഗുണങ്ങളുമുണ്ട്. വൈറ്റമിനുകളുടെ ഒരു കലവറയാണ് കാന്താരി. അതോടൊപ്പം തന്നെ വേദന കുറയ്ക്കാൻ, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെയും വളരെ നല്ല ഒരു സാധനമാണ്. 2-3 എണ്ണം നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോബാഗിൽ 2 എണ്ണം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇത് പല പ്രായത്തിലുള്ള മുളകുകൾ ഇതിലുണ്ടാകും. അപ്പോൾ ഇതിൽ പൂവുണ്ട്, അപ്പോൾ അല്പം പിഞ്ചു മുളകുണ്ട്, അതുപോലെ തന്നെ വിളഞ്ഞ മുളകുകളുണ്ട്, പഴുത്ത മുളകുകളുണ്ട്. അപ്പോൾ പല സൈസിൽ പല വലിപ്പത്തിൽ ഉള്ളത് ഒരു കാന്താരിയെ തന്നെ ഉണ്ടാകും. അത് നമ്മൾ പറിക്കും തോറും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 2 കാന്താരി അവിടെ മുറ്റത്തുണ്ടെങ്കിൽ, തൊടിയിലുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. പോയി മറ്റ് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വിഷമൊക്കെ ഉള്ള പച്ചക്കറികൾ ഉപയോഗിക്കേണ്ട വരത്തില്ല. അതൊക്കെ നമുക്ക് സ്വന്തം ആയിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വലിയ പ്രയാസമൊന്നുമില്ല. പരിപോഷിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് കാന്താരി ചെടി. എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് നട്ടു വളർത്താൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് ദൈനംദിന അടുക്കള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്.